ലണ്ടനിലെ ബേക്കർ സ്ട്രീറ്റിലുള്ള തൻ്റെ വീട്ടിൽ ഷെർലക് ഹോംസ് ഇരിക്കുകയാണ്. അതേസമയം ഡോക്ടർ വാട്സൺ ഒരു പത്രം വായിച്ച് അടുത്തിരിക്കുന്നു. അപ്പോഴാണ് ഡോക്ടർ മോർട്ടിമർ എന്ന വ്യക്തി അവരുടെ അടുത്തെത്തുന്നത്. ഡോക്ടർ മോർട്ടിമർ ഒരു പ്രാദേശിക ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പഴയ കടലാസ് ഉണ്ട്. ഈ കടലാസിൽ എഴുതിയിരിക്കുന്നത് ബാസ്കർവിൽ കുടുംബത്തിൻ്റെ ചരിത്രമാണ്. ഡോക്ടർ മോർട്ടിമർ പറഞ്ഞു, മിസ്റ്റർ ഹോംസ്, ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. ബാസ്കർവിൽ കുടുംബത്തിൽ ഒരു ശാപമുണ്ട്. ഈ ശാപമനുസരിച്ച് കുടുംബത്തിലെ പുരുഷന്മാർ ഓരോരുത്തരും ദാരുണമായി മരിക്കും. ഹോംസ് സംശയത്തോടെ നോക്കി. ശാപം? അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. യുക്തിയും തെളിവുകളും മാത്രമേ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഹോംസിനെ ഖണ്ഡിച്ചുകൊണ്ട് മോർട്ടിമർ തുടർന്നു. കേൾക്കൂ മിസ്റ്റർ ഹോംസ്, ഏകദേശം 200 വർഷം മുമ്പ് ഹ്യൂഗോ ബാസ്കർവിൽ എന്നൊരാൾ ഉണ്ടായിരുന്നു. അയാൾ വളരെ ക്രൂരനായിരുന്നു. ഒരു ദിവസം അയാൾ ഒരു കർഷക പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി തൻ്റെ കോട്ടയിൽ തടവിലാക്കി. ആ പെൺകുട്ടി എങ്ങനെയോ രക്ഷപ്പെട്ട് ഡാർട്ട്മൂർ പ്രദേശത്തെ ചതുപ്പ് നിലത്തിലേക്ക് ഓടി. ഹ്യൂഗോ കുതിരപ്പുറത്ത് കയറി അവളെ പിന്തുടർന്നു. അയാളുടെ വേട്ട നായ്ക്കളും ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ അന്ന് രാത്രി അവരാരും തിരികെ വന്നില്ല. ആശങ്കയോടെ ഹ്യൂഗോയുടെ സുഹൃത്തുക്കൾ അവനെ തിരക്കാൻ പോയി. അവർ കണ്ടത് ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു. ആ പെൺകുട്ടി മരിച്ചു കിടക്കുന്നത് അവർ ആദ്യം കണ്ടു. പക്ഷേ അല്പം അകലെ കണ്ട കാഴ്ച അതിലും ഭയാനകമായിരുന്നു. ഹ്യൂഗോ മരിച്ചു കിടക്കുന്നു. അയാളുടെ അടുത്ത് ഒരു കൂറ്റൻ കറുത്ത നായ നിൽക്കുന്നു. ആ നായയുടെ കണ്ണുകൾ തീ പോലെ തിളങ്ങുന്നു. വായിൽ നിന്ന് തീജ്വാല പുറത്തു വരുന്നു. അത് ഹ്യൂഗോയുടെ കഴുത്ത് കടിച്ചു കീറി കൊന്നിട്ടുണ്ട്. ഡോക്ടർ മോർട്ടിമർ തുടർന്നു. അന്നു മുതൽ ബാസ്കർവിൽ കുടുംബത്തിലെ പുരുഷന്മാർ ഓരോരുത്തരും ഈ ഭൂതനായയുടെ ആക്രമണത്തിൽ മരിച്ചുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് അവർ ഒറ്റയ്ക്ക് രാത്രിയിൽ ഡാർട്ട്മൂർ പ്രദേശത്ത് പോകുമ്പോൾ. വാട്സൺ ആശ്ചര്യത്തോടെ ചോദിച്ചു, ഇപ്പോഴെന്തെങ്കിലും സംഭവം അവിടെ നടന്നു? സർ ചാൾസ് ബാസ്കർവിൽ മരിച്ചു, ഡോക്ടർ മോർട്ടിമർ ഗൗരവത്തോട് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള പാതയിലായിരുന്നു അത്. സർ ചാൾസ് ബാസ്കർവിൽ 50 വയസ്സുള്ള ഒരു നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് പണം സമ്പാദിച്ച് തിരികെ ബാസ്കർവിൽ ഹാളിൽ താമസിക്കാൻ വന്നിരുന്നു. വളരെ ദയാലുവായിരുന്നു അദ്ദേഹം. പാവപ്പെട്ടവരെ സഹായിക്കാൻ എപ്പോഴും തയ്യാറായിരുന്നു. എന്നാൽ അദ്ദേഹത്തിനൊരു പ്രശ്നമുണ്ടായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖം. ഏതെങ്കിലും വിധേന അദ്ദേഹം പേടിച്ചാൽ അദ്ദേഹത്തിന് ഹൃദയാഘാതം വരാൻ സാധ്യതയുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒരു രാത്രിയിൽ സർ ചാൾസ് തൻ്റെ സാധാരണ നടത്തത്തിനായി പുറത്തിറങ്ങി. എല്ലാ രാത്രിയും അദ്ദേഹം ബാസ്കർവിൽ ഹാളിൻ്റെ പുറകിലുള്ള പാതയിലൂടെ നടക്കുക പതിവായിരുന്നു. ഈ പാതയെ യു അല്ലി എന്ന് വിളിക്കുന്നു. അതെന്താണ് അങ്ങനെ വിളിക്കുന്നത്? വാട്സൺ ചോദിച്ചു. കാരണം ഇത് മരങ്ങൾക്കിടയിലൂടെ പോകുന്ന ഇടുങ്ങിയ പാതയാണ്. അതിൻ്റെ ആകൃതി യു അക്ഷരത്തിൻ്റെ ആകൃതിയിലാണ്. പക്ഷേ ആ രാത്രി അദ്ദേഹം തിരികെ വന്നില്ല. വീട്ടുജോലിക്കാരൻ ബെറിമോ രാവിലെ അദ്ദേഹത്തെ തിരയാൻ പോയി. അപ്പോഴാണ് ഭയാനകമായ കാഴ്ച കണ്ടത്. സർ ചാൾസ് ULAയുടെ അവസാനം മരിച്ചു കിടക്കുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കടുത്ത ഭയത്തിൻ്റെ ഭാവമായിരുന്നു. കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിന്നു. വായി തുറന്നിട്ടിരുന്നു. ഡോക്ടർ എന്ന നിലയിൽ ഞാൻ പരിശോധിച്ചപ്പോൾ മനസ്സിലായി ഇത് ഹൃദയാഘാതം കാരണമാണ് സംഭവിച്ചതെന്ന്. പക്ഷെ അദ്ദേഹം എന്തിനാണ് ഇത്ര ഭയപ്പെട്ടത്? ഹോംസ് ചോദിച്ചു. മറ്റേതെങ്കിലും വിശേഷതകൾ ഉണ്ടായിരുന്നോ? ഉണ്ട്, ഡോക്ടർ മോർട്ടിമർ ഗൗരവത്തോടെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ചുറ്റും മണ്ണിൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഒരു വലിയ നായയുടെ കാൽപ്പാടുകൾ. പോലീസ് ഇൻസ്പെക്ടർ ഈ കേസ് അന്വേഷിച്ചു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇത് സാധാരണ ഹൃദയാഘാതം കാരണമുള്ള മരണമാണ്. നായയുടെ കാൽപ്പാടുകളെന്ന് ഞാൻ പറഞ്ഞ് അദ്ദേഹം കേട്ടതുപോലുമില്ല. പക്ഷെ മിസ്റ്റർ ഹോംസ്, ഞാൻ കണ്ട ആ കാൽപ്പാടുകൾ സാധാരണ നായയുടെ കാൽപ്പാടുകളല്ല. അവ വളരെ വലുതായിരുന്നു. ഒരു ചെന്നായുടേതിനേക്കാൾ വലുത്. വാട്സൺ നിർദ്ദേശിച്ചു. ആ പ്രദേശത്ത് വലിയ നായ്ക്കൾ വളർത്തുന്ന ആരെങ്കിലും ഉണ്ടാകില്ലേ? ഇല്ല, അടുത്ത പ്രദേശത്ത് ഇത്ര വലിയ നായയെ ആരും വളർത്തുന്നില്ല. പിന്നെ സ്റ്റേപ്പിൾട്ടൺ എന്ന പ്രകൃതി ശാസ്ത്രജ്ഞൻ്റെ അടുത്ത് ഒരു വേട്ടനായുണ്ട്. പക്ഷെ അത് വളരെ ചെറുതാണ്. ഇപ്പോൾ പ്രശ്നം ഇതാണ്, ഡോക്ടർ മോർട്ടിമർ തുടർന്നു. സർ ചാൾസിൻ്റെ ഏക അവകാശി അദ്ദേഹത്തിൻ്റെ അനന്തരവൻ സർ ഹെൻറി ബാസ്കർവിലാണ്. അയാൾ കാനഡയിൽ താമസിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് വരും. എനിക്ക് പേടിയുണ്ട്. സർ ഹെൻറി ബാസ്കർവിൽ ഹാളിൽ താമസിക്കാൻ വന്നാൽ അയാളുടെ ജീവനും അപകടത്തിലാവും. ആ ഭൂതനായ അയാളെയും കൊല്ലുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഹോംസ് ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു. ഡോക്ടർ മോർട്ടിമർ, നിങ്ങൾ എന്നോട് എന്താണ് ചെയ്യാൻ പറയുന്നത്? മിസ്റ്റർ ഹോംസ്, സർ ഹെൻറി ഇന്ന് ലണ്ടനിലെത്തും. ദയവായി അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുക.
ഭാസ്കർവിൽ ഹാളിൽ പോകരുതെന്ന് അദ്ദേഹത്തോട് പറയുക. ഡോക്ടർ മോർട്ടിമറിന്റെ നിർദ്ദേശപ്രകാരം അടുത്ത ദിവസം സർ ഹെൻറി ബാസ്കർവിൽ ഹോംസിന്റെ വീട്ടിലെത്തി. അയാൾക്ക് 30 വയസ്സ് പ്രായം തോന്നും. കരുത്തുറ്റ ആരോഗ്യവാനായൊരു യുവാവായിരുന്നു. കാനഡയിൽ കഠിനാധ്വാനം ചെയ്ത് വളർന്ന വ്യക്തിയായിരുന്നു അയാൾ. ഹലോ മിസ്റ്റർ ഹോംസ്, ചിരപരിചിതരെന്ന പോലെ ഹെൻറി ഹോംസിനെ സ്വാഗതം ചെയ്തു. ഡോക്ടർ മോർട്ടിമർ എന്നോട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ എനിക്ക് ആദ്യം നിങ്ങളോട് പറയാൻ വേണ്ട ഒരു കാര്യമുണ്ട്. ഇരിക്കും മിസ്റ്റർ ഹെൻറി, നിങ്ങൾ പറയൂ. സർ ഹെൻറി തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കത്ത് പുറത്തെടുത്തു. ഇന്ന് രാവിലെ ഹോട്ടലിൽ എനിക്ക് ഈ കത്ത് കിട്ടി. വളരെ വിചിത്രമാണ്. കത്തിൽ പത്രത്തിൽ നിന്നും വെട്ടിയെടുത്ത അക്ഷരങ്ങൾ ഒട്ടിച്ചിരിക്കുന്നു. അതിലെഴുതിയിരുന്നു: നിങ്ങളുടെ സ്വന്തം ജീവൻ വിലയുള്ളതാണെങ്കിൽ മൂർ പ്രദേശത്ത് നിന്ന് അകലെ നിൽക്കുക. ഹോംസ് കത്ത് ശ്രദ്ധയോടെ പരിശോധിച്ചു. രസകരമാണ്. ഈ അക്ഷരങ്ങൾ ടൈംസ് പത്രത്തിൽ നിന്ന് വെട്ടിയെടുത്തിരിക്കുന്നു. ഇന്നത്തെ പത്രം. എന്നാൽ മൂർ എന്ന വാക്ക് മാത്രം കൈയക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു. മൂർ എന്ന വാക്ക് പത്രത്തിൽ കിട്ടാത്തതിനാൽ കൈകൊണ്ട് എഴുതിയിരിക്കുന്നതാവാം. ഇതിലും വിചിത്രമായ മറ്റൊരു സംഭവം കൂടിയുണ്ടായി, സർ ഹെൻറി പറഞ്ഞു. ഹോട്ടലിൽ നിന്ന് എൻ്റെ പുതിയ തുകൽ ബൂട്ടൊന്ന് കാണാതായി. ഇന്ന് രാവിലെ വാങ്ങിയതാണ്. ആരെങ്കിലും അത് മോഷ്ടിച്ചു കാണും. വാട്സൺ ആശ്ചര്യത്തോടെ ചോദിച്ചു. ബൂട്ട് മോഷ്ടിച്ചെന്നോ? എന്തിനാണ് ആരെങ്കിലും ഒരു ബൂട്ട് മാത്രമായി മോഷ്ടിക്കുന്നത്? ഹോംസ് ചിന്തയിലായി. വളരെ രസകരം. ഈ 2 സംഭവങ്ങളും തമ്മിൽ ബന്ധമുണ്ടാകാം, സർ ഹെൻറി ദൃഢമായി പറഞ്ഞു. മിസ്റ്റർ ഹോംസ്, എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ ബാസ്കർവിൽ ഹാളിലേക്ക് പോകും. അതെൻ്റെ പൂർവികരുടെ വീടാണ്. ഞാൻ അവിടെ നിന്ന് ഓടിപ്പോകില്ല. കൂടാതെ എനിക്ക് ഭൂതങ്ങളിലോ ദുരാത്മാക്കളിലോ വിശ്വാസമില്ല. ഞാൻ കാനഡയുടെ മലകളിലും കാടുകളിലും വളർന്നവനാണ്. ഒരു നായയെ ഞാൻ പേടിക്കില്ല. മറുപടിയായി ഹോംസ് പറഞ്ഞു. സർ ഹെൻറി, നിങ്ങളുടെ ധൈര്യം അഭിനന്ദനീയമാണ്. പക്ഷേ ഇത് കേവലം ധൈര്യത്തിൻ്റെ കാര്യമല്ല. അവിടെ എന്തോ നിഗൂഢതയുണ്ട്. അത് കണ്ടെത്താൻ സമയം വേണം. എനിക്കൊരു നിർദ്ദേശമുണ്ട്, ഹോംസ് തുടർന്നു. സർ ഹെൻറി, നിങ്ങൾക്ക് ബാസ്കർവിൽ ഹാളിൽ പോകാം. പക്ഷേ എൻ്റെ സുഹൃത്ത് ഡോക്ടർ വാട്സൺ നിങ്ങളോടൊപ്പം വരും. കുറച്ച് അന്വേഷണങ്ങൾ നടത്തുന്നതിനായി എനിക്ക് ലണ്ടനിൽ തുടരേണ്ടതുണ്ട്. വാട്സൺ സന്തോഷത്തോടെ പറഞ്ഞു. തീർച്ചയായും ഹോംസ്, ഞാൻ സർ ഹെൻറിയോടൊപ്പം വരാം. പക്ഷെ വളരെ ശ്രദ്ധിക്കണം, ഹോംസ് മുന്നറിയിപ്പ് നൽകി. രാത്രിയിൽ ഒറ്റയ്ക്ക് പുറത്തിറങ്ങരുത്, പ്രത്യേകിച്ച് മൂർ എന്ന ചതുപ്പ് പ്രദേശത്തേക്ക്. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം വാട്സണോട് പറയണം. അദ്ദേഹം എനിക്ക് റിപ്പോർട്ട് അയക്കും, ഹെൻറിയോട് ഹോംസ് പറഞ്ഞു. അടുത്ത ദിവസം വാട്സണും സർ ഹെൻറിയും ബാസ്കർവിൽ ഹാളിലേക്ക് പുറപ്പെട്ടു. ലണ്ടനിൽ നിന്ന് ട്രെയിൻ പിടിച്ച് അവർ ഡെവൺഷെയർ എന്ന സ്ഥലത്തെത്തി. സ്റ്റേഷനിൽ ബാസ്കർവിൽ ഹാളിലെ കാവൽക്കാരൻ പെരൻസ് അവരെ എതിരേറ്റു. അയാൾ ഒരു കുതിരവണ്ടി കൊണ്ടുവന്നിരുന്നു. വണ്ടിയിൽ കയറിയ വാട്സൺ ചുറ്റുപാടുകൾ നിരീക്ഷിച്ചു. അവർ പോകുന്നത് ഡാർട്ട്മൂർ പ്രദേശത്തിലൂടെയാണ്. ഇത് ഇംഗ്ലണ്ടിലെ ഏറ്റവും ഭയാനകമായ ചതുപ്പ് പ്രദേശങ്ങളിലൊന്നാണ്. ഡാർട്ട്മൂർ വിശാലമായ പരന്ന പ്രദേശമാണ്. ഇവിടെ ചെറിയ കുന്നുകളും ചതുപ്പു നിലങ്ങളുമുണ്ട്. മിക്ക ഭാഗങ്ങളിലും മനുഷ്യൻ താമസിക്കാറേയില്ല. ദൂരെ ദൂരെ ചിലർ മാത്രം. വണ്ടിയിലിരിക്കുമ്പോൾ വാട്സൺ ചിന്തിച്ചു, ഈ പ്രദേശത്ത് ഭൂതനായ്ക്കളെക്കുറിച്ചുള്ള കഥകൾ വിശ്വസിക്കാൻ എളുപ്പമാണ്. എത്ര നിഗൂഢവും ഭയാനകവുമായ അന്തരീക്ഷമാണ്. കുതിരവണ്ടി ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ പെരിൻസ് വണ്ടി നിർത്തി. അദ്ദേഹം ഹെൻറിയോട് പറഞ്ഞു, സർ, ഈ സ്ഥലം നോക്കൂ. ഇവിടെയാണ് നമ്മുടെ പാവം സർ ചാൾസ് മരിച്ചത്. അവർ കണ്ടത് വിചിത്രമായൊരു സ്ഥലമായിരുന്നു. 2 നിര ഉയരമുള്ള മരങ്ങൾ നിൽക്കുന്നു. അതിനിടയിലൂടെ ഇടുങ്ങിയ പാത പോകുന്നു. അതിൻ്റെ ആകൃതി യു അക്ഷരത്തെ സൂചിപ്പിച്ചു. ഇതാണ് യു അല്ലേ? പെരിൻസ് പറഞ്ഞു. സർ ചാൾസ് എല്ലാ രാത്രിയും ഇവിടെ നടക്കുന്ന പതിവുണ്ടായിരുന്നു, സർ ഹെൻറി പറഞ്ഞു. ഞാൻ ഓർക്കുന്നു, കുട്ടിയായിരുന്നപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് വളരെ സുന്ദരമായ സ്ഥലമായിരുന്നു. ഇപ്പോൾ എന്തോ ഭയാനകമായി തോന്നുന്നു. വാട്സൺ കൂടുതൽ ശ്രദ്ധയോടെ നോക്കി. വണ്ടി കുറച്ചു ദൂരം കൂടി ഓടിയപ്പോൾ അവർക്ക് ബാസ്കർവിൽ ഹാൾ കാണാൻ കഴിഞ്ഞു. അത് ഒരു വലിയ പഴയ കൊട്ടാരമായിരുന്നു, കറുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചത്. ഉയരമുള്ള ചിമ്മിനികളുണ്ട്. പല ജാലകങ്ങളും ഇരുട്ടിൽ മൂടിയിരിക്കുന്നു. സർ ഹെൻറി അഭിമാനത്തോടെ പറഞ്ഞു, ഇതെൻ്റെ പൂർവികരുടെ വീടാണ്. പക്ഷേ കുറച്ച് ഭയാനകമായി തോന്നുന്നുണ്ടല്ലേ? വാട്സൺ മറുപടി പറഞ്ഞു. പഴയകാലത്തെ നോർമൻ ശൈലിയിലുള്ള വാസ്തുവിദ്യയാണ്, പക്ഷെ മനോഹരമാണ്. അതോടൊപ്പം ഭീതിയും തോന്നുന്നു. വീടിന്റെ പ്രവേശന കവാടത്തിൽ 2 ആളുകൾ അവരെ സ്വീകരിച്ചു. ബെറിമോർ എന്ന ഭൃത്യനും അദ്ദേഹത്തിന്റെ ഭാര്യയും. ബെറിമോർ 50 വയസ്സ് പ്രായമുള്ള നല്ല ഉയരമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ മിസ്സിസ് ബെറിമോർ
മെലിഞ്ഞ ശാന്തയായ സ്ത്രീയാണ്. സർ, ഭാസ്കർവിൽ ഹാളിലേക്ക് സ്വാഗതം, ബെറിമോർ പറഞ്ഞു. ഞങ്ങൾ നിങ്ങൾക്കായി വീട് തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ വാട്സൺ ശ്രദ്ധിച്ചു. ബെറിമോർ എന്തോ വിഷമത്തിലാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ അസ്വസ്ഥതയും ഭയവും നിഴലിച്ചതായിരുന്നു. ഭാസ്കർവിൽ ഹാളിന്റെ ഉള്ളിൽ വളരെ ഭീകരമായ അന്തരീക്ഷമായിരുന്നു. മുറികൾ വലുതും ഇരുട്ടും നിറഞ്ഞതാണ്. ചുവരുകളിൽ പഴയകാലത്തെ ഭാസ്കർവിൽ കുടുംബാംഗങ്ങളുടെ ചിത്രങ്ങൾ തൂങ്ങിക്കിടക്കുന്നു. വാട്സൺ ശ്രദ്ധിച്ചു. ഈ പെയിന്റിങ്ങുകളിലെ ആളുകൾ എല്ലാവരും സർ ഹെൻറിയെ പോലെ തന്നെയാണ് കാണപ്പെടുന്നത്. സർ ഹെൻറി ഒരു ചിത്രത്തിന്റെ മുന്നിൽ നിന്നു. ഇതാരാണ്? ബെറിമോർ പറഞ്ഞു. സർ, ഇത് ഹ്യൂഗോ ഭാസ്കർവിലാണ്. ആ ദുഷ്ടമനുഷ്യൻ. അയാൾ കാരണമാണ് നമ്മുടെ കുടുംബത്തിൽ ഈ ശാപം വന്നത്. ആ രാത്രി അത്താഴത്തിന് ശേഷം വാട്സണും സർ ഹെൻറിയും വീടിന്റെ പ്രധാന മുറിയിലിരുന്നു. തീ കത്തിച്ചിട്ടും മുറി തണുത്തും ഇരുട്ടും നിറഞ്ഞതായിരുന്നു. ഡോക്ടർ വാട്സൺ, ഹെൻറി വിളിച്ചു. ഈ സ്ഥലത്ത് എന്തോ വിചിത്രതയുണ്ട്. ഞാൻ കാനഡയിലെ കാടുകളിൽ ഒറ്റയ്ക്ക് രാത്രിയിൽ ചിലവഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് സ്വസ്ഥത തോന്നില്ല. എന്താണ് പ്രശ്നം? വാട്സൺ ചോദിച്ചു. ബെറിമോർ, അയാളുടെ പെരുമാറ്റം വിചിത്രമാണ്. എന്തോ മറച്ചു വെക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് അവർ കേട്ടത് ഭയാനകമായൊരു ശബ്ദമായിരുന്നു. ദൂരെ മൂർ പ്രദേശത്ത് നിന്ന് ഒരു നായയുടെ അലർച്ച. അതെന്തായിരുന്നു? സർ ഹെൻറി പേടിച്ചുകൊണ്ട് ചോദിച്ചു. വാട്സൺ ജാലകത്തിലേക്ക് ഓടിച്ചെന്നു. പുറത്ത് കൂറ്റാക്കൂരിട്ട്. ഞാനൊന്നും കാണുന്നില്ല. പക്ഷെ ആ ശബ്ദം, അത് സാധാരണ നായയുടെ അലർച്ചയല്ല. ഈ സംഭവത്തിന് ശേഷം ഉറങ്ങാൻ പോയ വാട്സൺ ഏകദേശം 2 മണിയോടെ ഒരു ശബ്ദം കേട്ടുണർന്നു. ആരോ വളരെ സാവധാനത്തിൽ ഇടനാഴിയിലൂടെ നടക്കുന്നു. വാട്സൺ ചെവി കൂർപ്പിച്ചു. തൻ്റെ മുറിയുടെ വാതിൽ അല്പം തുറന്ന് അദ്ദേഹം പുറത്തേക്ക് നോക്കി. ഇടനാഴിയിൽ ഒരാൾ നടക്കുന്നു. അയാളുടെ കയ്യിൽ ഒരു മെഴുകുതിരി. ആ വെളിച്ചത്തിൽ വാട്സൺ കണ്ടു, അത് ബെറിമോറാണ്. ബെറിമോർ വളരെ ശ്രദ്ധയോടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ജാലകത്തിന്റെ അടുത്തേക്ക് പോയി. അവിടെ നിന്ന് പുറത്തേക്ക് നോക്കി. മെഴുകുതിരി ജാലകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിച്ചു. എന്താണ് അയാൾ ചെയ്യുന്നത്? വാട്സൺ സ്വയം ചോദിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞ് ബെറിമോർ മെഴുകുതിരിക്കെടുത്ത് തിരികെ പോയി. വാട്സൺ ജാലകത്തിന്റെ അടുത്തേക്ക് പോയി പുറത്തേക്ക് നോക്കി. ദൂരെ മൂർ പ്രദേശത്ത് ഒരു ചെറിയ വെളിച്ചം മിന്നുന്നത് കാണാൻ കഴിഞ്ഞു. ആഹാ, ബെറിമോർ ആർക്കോ സിഗ്നൽ കൊടുക്കുകയാണോ? അടുത്ത ദിവസം രാവിലെ വാട്സൺ സർ ഹെൻറിയോട് ഇക്കാര്യം പറഞ്ഞു. വിചിത്രം തന്നെ, സർ ഹെൻറി പറഞ്ഞു. അർദ്ധരാത്രിയിൽ ഇയാൾ ആർക്കാണ് സിഗ്നൽ കൊടുക്കുന്നത്? അന്ന് ഉച്ച കഴിഞ്ഞ് വാട്സണും സർ ഹെൻറിയും ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ കാണാൻ പുറപ്പെട്ടു. അവർ ആദ്യം പോയത് ഗ്രിംബൻ എന്ന ചെറിയ ഗ്രാമത്തിലേക്കാണ്. അവരവിടെ കണ്ടുമുട്ടിയത് മിസ്റ്റർ സ്റ്റേപ്പിൾട്ടണെയാണ്. അയാൾ ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനാണ്. പുഴുക്കളെയും ചിത്രശലഭങ്ങളെയും പഠിക്കുന്നു. സ്റ്റേപ്പിൾട്ടൺ 40 വയസ്സ് പ്രായമുള്ള മെലിഞ്ഞ ഒരു വ്യക്തിയാണ്. അയാളുടെ കണ്ണുകൾ തീക്ഷ്ണമായിരുന്നു. വളരെ സൗഹാർദ്ദത്തോടെ അദ്ദേഹം അവരെ സ്വീകരിച്ചു. സർ ഹെൻറി, സ്വാഗതം, സ്റ്റേപ്പിൾട്ടൺ പറഞ്ഞു. ഡാർട്ട്മൂർ പ്രദേശത്ത് നിങ്ങളെപ്പോലുള്ളവർ വരുന്നത് വിരളമാണ്. സ്റ്റേപ്പിൾട്ടണിന്റെ സഹോദരി മിസ് സ്റ്റേപ്പിൾട്ടൺ കൂടി ഉണ്ടായിരുന്നു. അവൾ വളരെ സുന്ദരിയായ യുവതിയാണ്. കറുത്ത മുടിയും തിളങ്ങുന്ന കണ്ണുകളുമുള്ളവൾ. സർ ഹെൻറി അവളെ കണ്ടതും വളരെ ആകർഷിക്കപ്പെട്ടു. മിസ് സ്റ്റേപ്പിൾട്ടൺ, ഈ മനോഹരമായ പ്രദേശത്ത് താങ്കൾ എങ്ങനെയാണ് സമയം കഴിക്കുന്നത്? പക്ഷേ വാട്സൺ ശ്രദ്ധിച്ചു. മിസ് സ്റ്റേപ്പിൾട്ടൺ എന്തോ വിഷമത്തിലാണ്. അവളുടെ കണ്ണുകളിൽ ഭയം കാണാൻ കഴിയുന്നു. അവർ സംസാരിക്കുന്നതിനിടയിൽ സ്റ്റേപ്പിൾട്ടൺ ഏതോ ചിത്രശലഭത്തെ പിന്തുടരാൻ അല്പം അകലേക്ക് പോയി. ആ സമയം മിസ് സ്റ്റേപ്പിൾട്ടൺ വാട്സന്റെ അടുത്തെത്തി. മിസ്റ്റർ സർ ഹെൻറിയാണോ നിങ്ങൾ? അവൾ അവനെ കണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. ദയവായി കേൾക്കൂ, ഈ സ്ഥലത്തു നിന്ന് പോകൂ, നിങ്ങൾ അപകടത്തിലാണ്. എന്താണ് അപകടം? വാട്സൺ ആശ്ചര്യത്തോടെ ചോദിച്ചു. എൻ്റെ സഹോദരൻ വരുന്നു, അവൾ പേടിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കൂ, രാത്രിയിൽ ഒറ്റയ്ക്ക് മൂർ പ്രദേശത്ത് പോകരുത്, അവിടെ മരണം അലയുന്നു. സ്റ്റേപ്പിൾട്ടൺ തിരികെ വന്നപ്പോൾ അവൾ പെട്ടെന്ന് മറ്റൊരു വിഷയത്തിലേക്ക് സംസാരം മാറ്റി. സ്റ്റേപ്പിൾട്ടൺ അവരെ ചുറ്റുപാടുകൾ കാണിച്ചു കൊടുത്തു. അയാൾ ഒരു വലിയ ചതുപ്പ് നിലത്തിന്റെ അടുത്തേക്ക് പോയി. ഇതാണ് ഡാർട്ട്മൂർ പ്രദേശത്തിലെ ഏറ്റവും അപകടകരമായ സ്ഥലം. ഇവിടെ ആരെങ്കിലും ചെന്നാൽ അവർ ചതുപ്പിൽ മുങ്ങി മരിക്കും. എങ്ങനെ? സർ ഹെൻറി ചോദിച്ചു. ഈ പ്രദേശത്ത് എവിടെയോ കട്ടിയുള്ള മണ്ണുണ്ട്, എവിടെയൊക്കെയോ വിള്ളലുകളും ചതുപ്പും. ശരിയായ പാത അറിയാത്തവർ കാല് വയ്ക്കുമ്പോൾ ഉടൻ തന്നെ മുങ്ങിപ്പോകും.
സ്റ്റേപ്പിൾട്ടൺ ഒരു വടിയെടുത്ത് ചതുപ്പിലിട്ട് കാണിച്ചു. വടി പെട്ടെന്ന് താഴേക്ക് മുങ്ങിപ്പോയി. നോക്കൂ, ഇങ്ങനെയാണ് മനുഷ്യരും മൃഗങ്ങളും ഇവിടെ മുങ്ങി മരിക്കുന്നത്. പക്ഷെ താങ്കൾക്ക് എങ്ങനെ സുരക്ഷിതമായി ഇവിടെ നടക്കാൻ കഴിയുന്നു? വാട്സൺ ചോദിച്ചു. വർഷങ്ങൾ കൊണ്ട് ഞാൻ സ്വായത്തമാക്കിയതാണ്. ശരിയായ പാത എനിക്കറിയാം. പക്ഷേ അതും ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു. മഴക്കാലത്തെല്ലാം മാറിപ്പോകും. അപ്പോൾ അവർ കേട്ടത് ഭയാനകമായ ഒരു ശബ്ദമായി. എന്തോ ദുഃഖത്തോടെ കരയുന്ന ശബ്ദം. എന്താണത്? സർ ഹെൻറി പേടിച്ചുകൊണ്ട് ചോദിച്ചു. അത് കുതിരകളുടെ കരച്ചിലാണ്, സ്റ്റേപ്പിൾട്ടൺ ദുഃഖത്തോടെ പറഞ്ഞു. ചതുപ്പിൽ കുടുങ്ങിയ കുതിരകൾ മുങ്ങി മരിക്കുന്ന ശബ്ദം. കഴിഞ്ഞ ആഴ്ച ഒരു കുതിര ഇവിടെ മുങ്ങി മരിച്ചു. വാട്സൺ ഞെട്ടി. എന്ത് ഭയാനകമായ സ്ഥലമാണിത്. ആ രാത്രി വാട്സണും സർ ഹെൻറിയും ബെറിമോറിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. അവർ ഇരുവരും തങ്ങളുടെ മുറികളിൽ നിന്ന് സാവധാനത്തിൽ പുറത്തിറങ്ങി ഇടനാഴിയിൽ മറഞ്ഞു നിന്നു. രാത്രി 2 മണിയോടെ അവർ കണ്ടു ബെറിമോർ അതേ ജാലകത്തിന്റെ അടുത്തേക്ക് വരുന്നു, മെഴുകുതിരിയുമായി. ഇത്തവണ സർ ഹെൻറി പെട്ടെന്ന് അവന്റെ പുറകിൽ നിന്ന് ചോദിച്ചു, ബെറിമോർ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ബെറിമോർ ഞെട്ടി. മെഴുകുതിരി അവന്റെ കയ്യിൽ നിന്ന് താഴെ വീണു. സർ 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 ഞാൻ... നിങ്ങൾ ആർക്കോ സിഗ്നൽ കൊടുക്കുകയായിരുന്നു. ആരാണ് പുറത്തു നിൽക്കുന്നത്? സർ ഹെൻറി കാർക്കശ്യത്തോടെ ചോദിച്ചു. ബെറിമോർ വളരെ വിഷമത്തോടെ പറഞ്ഞു, സർ, ഞാൻ എല്ലാം പറയാം, പക്ഷെ ദയവായി പോലീസിനെ വിളിക്കരുത്. ആരാണ് പുറത്തുള്ളത്? വാട്സൺ ചോദിച്ചു. എൻ്റെ ഭാര്യയുടെ സഹോദരനാണ്, സെൽഡൻ എന്നാണ് പേര്. അയാൾ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയ കുറ്റവാളിയാണ്. എന്ത്? സർ ഹെൻറി ഞെട്ടി. കുറ്റവാളിയോ? സർ, സെൽഡൻ കൊലപാതകയാണ്. പ്രിൻസ്റ്റൺ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. പക്ഷേ കൊലപാതകയാണെങ്കിലും അയാൾ എൻ്റെ ഭാര്യയുടെ സഹോദരനാണ്. ഞങ്ങൾക്ക് അയാളെ പോലീസിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ കഴിയില്ല. ഞങ്ങൾ അയാൾക്ക് ഭക്ഷണവും വസ്ത്രങ്ങളും കൊടുക്കുന്നു. ബെറിമോർ തുടർന്നു. അയാൾ മൂർ പ്രദേശത്തെ പഴയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച വീടുകളിൽ ഒളിച്ചിരിക്കുകയാണ്. രാത്രിയിൽ മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ. ഈ സിഗ്നൽ എന്തിനാണ്? വാട്സൺ ചോദിച്ചു. ഞങ്ങൾ ഭക്ഷണം കൊണ്ടുവയ്ക്കുമ്പോൾ ഈ സിഗ്നൽ കൊടുക്കും. അയാൾ വന്ന് എടുത്തുകൊണ്ടു പോകും, ആരും കാണാതെ. സർ ഹെൻറി ദേഷ്യത്തോടെ പറഞ്ഞു. ബെറിമോർ, കുറ്റവാളിയെ സഹായിക്കുന്നത് തെറ്റാണ്. നിങ്ങൾ ചെയ്യുന്നത് കുറ്റകരമായ കാര്യമാണ്. ഞങ്ങൾ പോലീസിനെ അറിയിക്കും. സർ ഹെൻറി തീരുമാനിച്ചു. കുറ്റവാളികൾ പിടിക്കപ്പെടണം. പക്ഷേ ബെറിമോർ യാചിച്ചു. സർ, ദയവായി ഇന്ന് രാത്രി വരെ കാത്തിരിക്കൂ. ഞാൻ അയാളോട് പറയാം ഈ പ്രദേശം വിട്ടു പോകാൻ. നാളെ രാത്രിയോടെ അയാൾ ഇവിടെ ഉണ്ടാകില്ല. സർ ഹെൻറി ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു. ശരി, ഒരു ദിവസം സമയം തരാം. പക്ഷേ അയാൾ പോയില്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും. അടുത്ത രാത്രി സെൽഡനെ നേരിട്ട് കാണാൻ വാട്സണും ഹെൻറിയും തീരുമാനിച്ചു. ഹെൻറി പറഞ്ഞു, അയാൾ ശരിക്കും പോകുന്നുണ്ടോ എന്ന് നോക്കണം. രാത്രി 10 മണിയോടെ അവർ ബാസ്കർവിൽ ഹാളിൽ നിന്ന് പുറത്തിറങ്ങി മൂർ പ്രദേശത്തേക്ക് നടന്നു. നിലാവെളിച്ചമുണ്ടായിരുന്നതിനാൽ ഇരുട്ടിലും അവർക്ക് നന്നായി കാണാൻ കഴിഞ്ഞു. മൂർ പ്രദേശത്ത് രാത്രിയിൽ ഭയാനകമായ അന്തരീക്ഷമായിരുന്നു. കാറ്റ് വീശുന്ന ശബ്ദം, ദൂരെ മൃഗങ്ങളുടെ ശബ്ദങ്ങൾ, എവിടെയോ വെള്ളമൊഴുകുന്ന ശബ്ദം. ഈ സ്ഥലത്ത് രാത്രിയിൽ ഭൂതകഥകൾ വിശ്വസിക്കാൻ എളുപ്പമാണ്, വാട്സൺ ചിന്തിച്ചു. അവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൂരെ ഒരു വെളിച്ചം കണ്ടു. അതാ, സർ ഹെൻറി ചൂണ്ടിക്കാണിച്ചു, സെൽഡൻ ഇരിക്കുന്ന സ്ഥലം. അവർ ആ വെളിച്ചത്തിന്റെ നേരെ സാവധാനത്തിൽ നടന്നു. പക്ഷേ അവർ അടുത്തെത്തുന്നതിന് മുമ്പേ വെളിച്ചം കെട്ടുപോയി. അയാൾ നമ്മളെ കണ്ടു, വാട്സൺ പറഞ്ഞു. ഓടിപ്പോകുമോ? പക്ഷേ കേട്ടത് ഭയാനകമായ ഒരലർച്ചയായിരുന്നു. ഒരു കൂറ്റൻ മൃഗത്തിന്റെ അലർച്ച. അത് മൂർ പ്രദേശത്ത് പ്രതിധ്വനിച്ചു. എന്താണത്? സർ ഹെൻറി ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. അറിയില്ല, വാട്സൺ പേടിച്ചു പറഞ്ഞു. പക്ഷേ അത് സാധാരണ മൃഗത്തിന്റെ ശബ്ദമല്ല. അലർച്ച വീണ്ടും കേട്ടു, ഇത്തവണ കൂടുതൽ ഉച്ചത്തിൽ. അത് അവർ നിൽക്കുന്ന സ്ഥലത്തോട് അടുത്തടുത്ത് വന്നു. നമുക്കിവിടെ നിന്ന് പോകാം, സർ ഹെൻറി പറഞ്ഞു. ഇത് സുരക്ഷിതമല്ല. അടുത്ത ദിവസം രാവിലെ പെരൻസ് ഓടി വന്ന് ഭയാനകമായ വാർത്ത പറഞ്ഞു. സർ, മൂർ പ്രദേശത്തൊരാൾ മരിച്ചു കിടക്കുന്നു. വാട്സണും സർ ഹെൻറിയും പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് ഓടി. അവിടെ ഇതിനോടകം പോലീസ് ഇൻസ്പെക്ടറും ഡോക്ടർ മോർട്ടിമറും എത്തിയിരുന്നു. മരിച്ചു കിടന്നത് സെൽഡനായിരുന്നു. ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട കുറ്റവാളി. അയാൾ ഒരു പാറക്കെട്ടിൽ നിന്ന് വീണ് മരിച്ചതായി തോന്നുന്നു. എങ്ങനെയാണ് ഇയാൾ മരിച്ചത്? വാട്സൺ ചോദിച്ചു. ഡോക്ടർ മോർട്ടിമർ പറഞ്ഞു തുടങ്ങി. കഴുത്തൊടിഞ്ഞാണ് മരണം. പാറയിൽ നിന്ന് വീണതാണ് കാരണം. പക്ഷേ വിചിത്രമായ കാര്യം, ഇയാളുടെ മുഖത്ത് കടുത്ത ഭയത്തിന്റെ ഭാവമുണ്ട്.
വാട്സൺ ശ്രദ്ധിച്ചു. ഇത് സർ ചാൾസിന്റെ മരണത്തിന് സമാനമാണ്. അപ്പോഴും മുഖത്ത് ഇതേ ഭയത്തിന്റെ ഭാവമായിരുന്നു. പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞു. ഇയാൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണത്. എന്തിൽ നിന്നോ രക്ഷപ്പെടാൻ ഓടുകയായിരുന്നിരിക്കാം. വാട്സണും ഹെൻറിയും സെൽഡന്റെ ശരീരം കൂടുതൽ ശ്രദ്ധയോടെ പരിശോധിച്ചു. സർ ഹെൻറി പെട്ടെന്ന് ഞെട്ടി. ഇത് എന്റെ പഴയ വസ്ത്രമാണ്. ഞാൻ ബെറിമോറിന് കൊടുത്തതാണ്. വാട്സൺ പറഞ്ഞു. ഇതിനർത്ഥം രാത്രിയിൽ ദൂരെ നിന്ന് കണ്ടാൽ സെൽഡനെ നിങ്ങളായി തെറ്റിദ്ധരിക്കും. അപ്പോൾ സർ ഹെൻറി ആകാംക്ഷയോട് ചോദിച്ചു, എന്നെ കൊല്ലാൻ വന്നത് സെൽഡനെയാണ് കൊന്നത്? നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. അവരുടെ പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. എല്ലാവരും ആകാംക്ഷയോടെ തിരിഞ്ഞു നോക്കി. അവിടെ നിന്നത് സാക്ഷാൽ ഷെർലക് ഹോംസ് ആയിരുന്നു. ഹോംസ്? വാട്സൺ സന്തോഷത്തോടെ ചോദിച്ചു. നിങ്ങൾ ഇങ്ങനെ ഇവിടെ? കഴിഞ്ഞ 2 ദിവസമായി ഞാൻ മൂർ പ്രദേശത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു, ഹോംസ് പറഞ്ഞു തുടങ്ങി. പഴയ കല്ലുവീടുകളിലൊന്നിൽ താമസിച്ച് അന്വേഷണം നടത്തുകയായിരുന്നു. എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? വാട്സൺ ചോദിച്ചു. വാട്സൺ, നിങ്ങൾ വളരെ നല്ല അന്വേഷകനാണ്. പക്ഷെ നിങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. നിങ്ങൾക്ക് നുണ പറയാൻ അറിയില്ല. ഈ വിഷയത്തിന് ഒരു രഹസ്യ സ്വഭാവം ഉള്ളതിനാലാണ് ഞാൻ നിങ്ങളോട് പറയാതിരുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, ഹോംസ് പറഞ്ഞു. ഈ കുറ്റകൃത്യത്തിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്കറിഞ്ഞു. ആരാണ്? ഹെൻറി ആകാംക്ഷയോടെ ചോദിച്ചു. സ്റ്റേപ്പിൾട്ടൺ, ഹോംസ് ഗൗരവത്തോടെ പറഞ്ഞു. സ്റ്റേപ്പിൾട്ടണോ? വാട്സൺ ഞെട്ടി. പക്ഷെ അയാൾ വളരെ നല്ല മനുഷ്യനാണല്ലോ. വാട്സൺ, സ്റ്റേപ്പിൾട്ടൺ കേവലം പ്രകൃതി ശാസ്ത്രജ്ഞനല്ല, ഹോംസ് വിശദീകരിച്ചു. അയാൾ ബാസ്കർവിൽ കുടുംബത്തിലെ അംഗം തന്നെയാണ്. സർ ചാൾസിന്റെ അനന്തരവനാണ്. എന്താ? സർ ഹെൻറി ആശ്ചര്യത്തോടെ ചോദിച്ചു. സ്റ്റേപ്പിൾട്ടൺ യഥാർത്ഥത്തിൽ ബാസ്കർവിൽ കുടുംബത്തിലെ മൂത്ത മകന്റെ പുത്രനാണ്. പക്ഷേ അവനറിയാം നിയമപ്രകാരം സർ ഹെൻറിക്കാണ് ഈ ഭൂസ്വത്തുക്കളുടെ എല്ലാം അവകാശമെന്ന്. അതുകൊണ്ട് സർ ഹെൻറിയെ കൊന്നാൻ തനിക്ക് ബാസ്കർവിൽ സമ്പത്തും സ്വത്തും കിട്ടുമെന്ന് അവൻ കരുതുന്നു. പക്ഷെ ആ ഭയാനകമായ നായയുടെ കാര്യമോ? വാട്സൺ ചോദിച്ചു. ഹോംസ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് ഭൂതനായയൊന്നുമല്ല വാട്സൺ. അത് സ്റ്റേപ്പിൾട്ടൺ വളർത്തുന്ന ഒരു വലിയ നായയാണ്. വളരെ വലുതായ വേട്ടനായ. പക്ഷെ എങ്ങനെയാണത് ഭൂതനായെപ്പോലെ കാണാൻ കാരണം? വാട്സൺ ചോദിച്ചു. അത് വേറൊന്നുമല്ല. എല്ലാ ദിവസവും രാത്രി സ്റ്റേപ്പിൾട്ടൺ ആ നായയുടെ മേൽ ഫോസ്ഫറസ് എന്ന രാസവസ്തു പൂശും. ഇത് ഇരുട്ടിൽ തിളങ്ങും. അതുകൊണ്ട് രാത്രിയിൽ ആ നായയെ ഭൂതത്തെപ്പോലെ കാണപ്പെടും. എന്ത് കൗശലക്കാരനാണ് അയാൾ, സർ ഹെൻറി പറഞ്ഞു. സ്റ്റേപ്പിൾട്ടൺ ആദ്യം സർ ചാൾസിനെ കൊല്ലാൻ തീരുമാനിച്ചു. അയാൾക്ക് അറിയാമായിരുന്നു സർ ചാൾസിന് ഹൃദയ സംബന്ധമായ അസുഖമുണ്ടെന്നും. അതുകൊണ്ട് ഭയപ്പെടുത്തിയാൽ ഹൃദയാഘാതം വരുമെന്ന് കരുതി അയാൾ ആ ഭയാനക നായയെ ULAയിൽ വിട്ടു. സർ ചാൾസ് അത് കണ്ടപ്പോൾ ഭയന്ന് ഹൃദയാഘാതം വന്ന് മരിച്ചു. പിന്നെ സർ ഹെൻറി വന്നപ്പോൾ അയാളെയും അതേ രീതിയിൽ കൊല്ലാൻ സ്റ്റേപ്പിൾട്ടൺ ശ്രമിച്ചു. പക്ഷേ മിസ് സ്റ്റേപ്പിൾട്ടന്റെ കാര്യമോ? വാട്സൺ ചോദിച്ചു. വാട്സൺ, മിസ് സ്റ്റേപ്പിൾട്ടൺ അയാളുടെ സഹോദരിയല്ല, അവൾ അയാളുടെ ഭാര്യയാണ്. സ്റ്റേപ്പിൾട്ടൺ അവളെ സഹോദരി എന്ന് പരിചയപ്പെടുത്തുന്നത് സർ ഹെൻറിയെ കബളിപ്പിക്കാനാണ്. സർ ഹെൻറി അവളുമായി പ്രണയത്തിലാകുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ അവളതിന് സമ്മതിച്ചില്ല. ഇനി നമ്മൾക്ക് സ്റ്റേപ്പിൾട്ടണിന് കൊടുക്കാനുണ്ട്. പക്ഷെ അതത്ര എളുപ്പമല്ല. അയാൾ വളരെ കൗശല ബുദ്ധിക്കാരനാണ്. എങ്ങനെ? ഹെൻറി ചോദിച്ചു. നമുക്കയാളെ കെണിയിൽ വീഴ്ത്തുക തന്നെ വേണം. സർ ഹെൻറി, നിങ്ങൾ ഇന്ന് രാത്രി സ്റ്റേപ്പിൾട്ടന്റെ വീട്ടിൽ അത്താഴത്തിന് പോകണം. പക്ഷേ അത് അപകടകരമല്ലേ? തീർച്ചയായും. നിങ്ങൾ പേടിക്കണ്ട, വാട്സണും ഞാനും അവിടെ ഉണ്ടാവും. ആ സായാഹ്നത്തിൽ സർ ഹെൻറി സ്റ്റേപ്പിൾട്ടന്റെ വീട്ടിലെത്തി. സ്റ്റേപ്പിൾട്ടൺ വളരെ സൗഹാർദ്ദത്തോടെ അയാളെ സ്വീകരിച്ചു. നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷം. ഞങ്ങളുടെ വീട് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മിസ് സ്റ്റേപ്പിൾട്ടൺ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവൾ വളരെ നിശബ്ദയും ചിന്തിതയുമായിരുന്നു. അത്താഴ സമയത്ത് സ്റ്റേപ്പിൾട്ടൺ വളരെ സ്വാഭാവികമായി പെരുമാറി. പക്ഷേ സർ ഹെൻറി ശ്രദ്ധിച്ചു. അയാളുടെ കണ്ണുകളിൽ എന്തോ ക്രൂരത നിഴലിക്കുന്നു. അത്താഴത്തിന് ശേഷം സ്റ്റേപ്പിൾട്ടൺ പറഞ്ഞു. സർ ഹെൻറി, രാത്രി വളരെ സുന്ദരമാണ്. ഞാൻ നിങ്ങളെ ഒരു പാത വഴി ബാസ്കർവിൽ ഹാളിലേക്ക് കൊണ്ടുപോകാം. അത് വളരെ മനോഹരമായ വഴിയാണ്. പക്ഷെ രാത്രിയിൽ മൂർ പ്രദേശത്ത് നടക്കുന്നത് അപകടകരമല്ലേ? സർ ഹെൻറി ചോദിച്ചു.
ഇല്ലില്ല, ഞാനുള്ള കാലത്തോളം പ്രശ്നമില്ല. എനിക്കെല്ലാ വഴികളും അറിയാം. സർ ഹെൻറി സമ്മതിച്ചു. അവർ വീടിൻ്റെ പുറത്തേക്ക് വന്നു. ഇതിനിടെ ഹോംസും വാട്സണും സ്റ്റേപ്പിൾട്ടൻ്റെ വീടിൻ്റെ പുറകുവശത്ത് മറഞ്ഞിരിക്കുകയായിരുന്നു. അവർക്ക് എല്ലാം കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. വാട്സൺ, നിങ്ങളുടെ റിവോൾവർ തയ്യാറാക്കൂ, ഹോംസ് മന്ത്രിച്ചു. ഇപ്പോൾ നമ്മുടെ ശത്രു തൻ്റെ യഥാർത്ഥ മുഖം കാണിക്കും. സ്റ്റേപ്പിൾട്ടൺ സർ ഹെൻറിയെ മൂർ പ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നത് അവർ കണ്ടു. പക്ഷേ അവർ പോകുന്ന ദിശ ബാസ്കർവിൽ ഹാളിലേക്കുള്ള വഴിയായിരുന്നില്ല. അയാൾ സർ ഹെൻറിയെ അവിടുത്തെ ഏറ്റവും വലിയ ചതുപ്പായ ഗ്രിംബൻ മൈറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു ഹോംസ് മനസ്സിലാക്കി. പെട്ടെന്ന് സ്റ്റേപ്പിൾട്ടൺ നിർത്തിയിട്ട് വിസിലടിച്ചു. ഇരുട്ടിൽ നിന്ന് പുറത്തു വന്നത് ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ഒരു സത്വമായിരുന്നു. ഒരു കൂറ്റൻ കറുത്ത നായ. അതിൻ്റെ വലിപ്പം ഒരു കാളക്കുട്ടിയുടെ വലിപ്പത്തോളം. കണ്ണുകൾ തീ പോലെ തിളങ്ങി. ശരീരം മുഴുവൻ തിളങ്ങുന്ന വസ്തു കൊണ്ട് പൂശിയിരിക്കുന്നു. വായിൽ നിന്ന് നുരയും തീജ്വാലയും പുറത്തു വന്നു. ആ ഭയാനക സത്വം സർ ഹെൻറിയുടെ നേരെ കുതിച്ചു. പക്ഷേ ഹോംസും വാട്സണും ഒളിത്താവളത്തിൽ നിന്ന് പുറത്തു വന്ന് വെടിയുതിർത്തു. വാട്സൺ, വെടിവെക്കൂ, ഹോംസ് ആക്രോശിച്ചു. വാട്സന്റെ വെടി നായയുടെ പാർശ്വത്തിൽ തട്ടി. നായ വേദനയോടെ അലറി. പക്ഷേ അത് തിരിഞ്ഞ് ഹോംസിന്റെ നേരെ കുതിച്ചു. ഹോംസിന്റെ രണ്ടാമത്തെ വെടി നായയുടെ തലയിൽ തട്ടി. ഭയാനകനായ ആ നായ നിലത്ത് വീണ് പിടഞ്ഞു. സ്റ്റേപ്പിൾട്ടൺ തന്റെ പദ്ധതി പരാജയപ്പെട്ടത് കണ്ടപ്പോൾ പരിഭ്രമിച്ചു. അയാൾ ഇരുട്ടിൽ ഗ്രിംബൻ മൈറിന്റെ നേരെ ഓടാൻ തുടങ്ങി. അവനെ പിടിക്കൂ, ഹോംസ് ആക്രോശിച്ചു. പക്ഷേ സ്റ്റേപ്പിൾട്ടൺ വളരെ വേഗത്തിൽ ഓടി. അയാൾ ചതുപ്പ് നിലത്തിൽ അപ്രത്യക്ഷമായി. അവർ പിന്തുടർന്നെങ്കിലും സ്റ്റേപ്പിൾട്ടനെ കാണാൻ കഴിഞ്ഞില്ല. രാത്രി കൂടുതൽ ആഴത്തിൽ ചതുപ്പിലേക്ക് പോകാൻ അവർക്ക് സാധിച്ചില്ല. അവൻ ചതുപ്പിൽ മുങ്ങി മരിച്ചിരിക്കാം, ഹോംസ് പറഞ്ഞു. ഗ്രിംബൻ മൈർ അവനെ വിഴുങ്ങിയിരിക്കുന്നു. അടുത്ത ദിവസം ഹോംസും വാട്സണും മിസ് സ്റ്റേപ്പിൾട്ടനെ കാണാൻ പോയി. അവൾ വളരെ വിഷമത്തിലായിരുന്നു. മിസ് സ്റ്റേപ്പിൾട്ടൺ, എല്ലാ സത്യവും ഞങ്ങൾക്കറിയാം, ഹോംസ് പറഞ്ഞു. നിങ്ങളെല്ലാം പറയണം. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മിസ്റ്റർ ഹോംസ്, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ പദ്ധതികൾ അറിഞ്ഞപ്പോൾ വളരെ വിഷമിച്ചു. പക്ഷേ അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ സർ ഹെൻറിയെ മുന്നറിയിപ്പ് നൽകാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ ഭർത്താവ് എന്നെ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. വാട്സൺ, ഇത് വളരെ കൗശലത്തോടെ ആസൂത്രണം ചെയ്ത കുറ്റകൃത്യമായിരുന്നു. സ്റ്റേപ്പിൾട്ടൺ ആദ്യം സർ ചാൾസിൻ്റെ ഡോക്ടറായ ഡോക്ടർ മോർട്ടിമറിൽ നിന്ന് ബാസ്കർവിൽ കുടുംബത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ചു. പിന്നെ അയാൾ പ്രാദേശിക കഥകളും അന്ധവിശ്വാസങ്ങളും ഉപയോഗിച്ച് തൻ്റെ പദ്ധതി നടപ്പിലാക്കി. ആ കൂറ്റൻ നായയെ അയാൾ ലണ്ടനിൽ നിന്ന് വാങ്ങിയതായിരുന്നു. വളരെ വലിയ ഇനത്തിലുള്ള വേട്ടനായ. ഫോസ്ഫറസ് പൂച്ചതുകൊണ്ടാണ് ആ നായ ഇരുട്ടിൽ തിളങ്ങിയത്. പ്രത്യേക ഭക്ഷണം കൊടുത്ത് നായയെ കൂടുതൽ ശൗര്യമുള്ളതുമാക്കി മാറ്റി. സർ ഹെൻറിയുടെ ബൂട്ട് മോഷ്ടിച്ചത് നായയ്ക്ക് അയാളുടെ മണം പഠിപ്പിക്കാനായിരുന്നു. എന്നാൽ ആ രാത്രി സെൽഡൻ സർ ഹെൻറിയുടെ വസ്ത്രം ധരിച്ചിരുന്നതിനാൽ നായ അവനെ ആക്രമിച്ചു. ഇപ്പോൾ സർ ഹെൻറി സുരക്ഷിതനാണ്, ഹോംസ് പറഞ്ഞു. ബാസ്കർവിൽ കുടുംബത്തിലെ ശാപം ഇതോടെ അവസാനിച്ചിരിക്കുന്നു. മിസ്റ്റർ ഹോംസ്, നിങ്ങളെൻ്റെ ജീവൻ രക്ഷിച്ചു. ഞാൻ എങ്ങനെ നിങ്ങളോട് നന്ദി പറയും? സർ ഹെൻറി, നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. ബാസ്കർവിൽ ഹാളിൽ സന്തോഷത്തോടെ ജീവിക്കുക, അതാണ് ഏറ്റവും നല്ല നന്ദി. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ലണ്ടനിലെ ബേക്കർ സ്ട്രീറ്റിൽ ഹോംസും വാട്സണും ഇരിക്കുകയായിരുന്നു. വാട്സൺ, ഇത് നമ്മുടെ ഏറ്റവും രസകരമായ കേസുകളിലൊന്നായിരുന്നു, ഹോംസ് പറഞ്ഞു. ഓർക്കുക, ലോകത്ത് യഥാർത്ഥ ഭൂതങ്ങളും ദുരാത്മാക്കളുമില്ല. എല്ലാ ദുഷ്ടതകളുടെയും പിന്നിൽ മനുഷ്യരാണ്. യുക്തിയും ധൈര്യവും കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും നമ്മൾക്ക് പരിഹരിക്കാം, ഹോംസ് പറഞ്ഞു നിർത്തി. ഇതുപോലെയുള്ള കഥകൾ ഇനിയും കേൾക്കുന്നതിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. കഥ തുടരും.